നമ്മൾ ചെയ്ത വേഷങ്ങൾ വെച്ചിട്ട് എനിക്ക് എൻ്റെ ഒരു ഓർമ്മയിൽ കുട്ടിച്ചാത്തനായിരിക്കും ആൾക്കാർ ഓർത്തിരിക്കുന്നതെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ അത് രസികനിലെ വേഷമാണ് ഓർത്തിരുന്നത്. അത് എന്തുകൊണ്ടോ അത് നല്ല കാര്യമാണ്. പക്ഷേ എൻ്റെ ഒരു കാൽക്കുലേഷൻ അതായിരുന്നില്ല. എൻ്റെ ഒരു കാൽക്കുലേഷൻ ചിലപ്പോൾ കായംകുളം കൊച്ചുണ്ണിയുടെ മോനായിട്ട് ചെയ്തിട്ടുണ്ട്, അതായിരിക്കാം. അതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടിട്ടുള്ള സീരിയലൊന്നും അതായിരുന്നു. അതായിരിക്കാം, അല്ലെങ്കിൽ കുട്ടിച്ചാത്തനായിരിക്കാം. നമ്മളൊരു വൈൽഡ് തോട്ടിൽ പോലും രസികനിലെ ആ ഒരു സീൻ വരാനില്ല. അതിപ്പോഴത്തെ സോഷ്യൽ മീഡിയയുടെ ട്രെൻഡാണത്. പക്ഷെ എന്നാലും ആൾക്കാർ ഓർത്തിരിക്കുന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ചിരിക്കണ്ട മോനെ, മാമന്റെ മുഖത്തൊന്നും മോൻ കണ്ടില്ലേ? രസികൻ മൂവി എന്ന് വെച്ചാൽ വളരെ ചെറിയ പ്രായത്തിലാണ് എനിക്ക് തോന്നുന്നു ആ വലിയ കടുകട്ടിയുള്ള ഡയലോഗൊക്കെ ആദ്യം തന്നെ അടിവാതിലും തുറന്നു വരുന്ന കടവാവൽ എന്ന് പറഞ്ഞാണല്ലോ ഇൻട്രോയിൽ. ശരിക്ക് ഞാൻ ഈ അടുത്ത് ദിലീപേട്ടൻ്റെ ഒരു സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഞാൻ ദിലീപേട്ടനെ വിളിച്ചപ്പോൾ ഞാനിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സിനിമയിൽ ശരിക്കും എനിക്ക് പേരില്ല, അങ്ങനെ ഒരു ഉണ്ണിക്കുട്ടൻ എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ നെയിം ഇല്ല. ഈ ആൾക്കാർ അടിവാതിലും തുറന്നു വരുന്ന കടവാവൽ എന്ന് പറയുന്നത് സ്ക്രിപ്റ്റിലും ഇല്ല. ദിലീപേട്ടൻ ഡബ് ചെയ്തിരിക്കുന്നതാണ്. ഇപ്പോഴും ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ ആ പോർഷനിൽ ദിലീപേട്ടൻ ചെരിഞ്ഞിരിക്കുകയാണ്. അത് ദിലീപേട്ടൻ ഡബ് ചെയ്യുമ്പോൾ കയ്യിൽ നിട്ടതാ. അതാണ് ഇപ്പോഴത്തെ ഐഡന്റിറ്റി. അദ്ദേഹത്തിന് അങ്ങനെ തോന്നിയത് കൊണ്ടാണ് അത് അത്രയും ഇമ്പാക്ട് ഉണ്ടാക്കുന്നത്. കാരണം ഫസ്റ്റ് തന്നെ അടിവാതിലും തുറന്നു വരുന്ന കടവാവൽ എന്നുള്ള ആ ഒരു പഞ്ച് ലൈനാണ് ബാക്കിയുള്ള സീനിന്റെ ഇമ്പാക്ട് ഉണ്ടാക്കുന്നത്. പിന്നെ സ്ക്രിപ്റ്റ് ഡയലോഗ് പറയാന്നുള്ളത് വലിയ ബുദ്ധിമുട്ട് എനിക്ക് അന്ന് തോന്നിയിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ നാടക ക്യാമ്പിലായതുകൊണ്ട് നമ്മളിത് സ്ഥിരമായിട്ട് കേൾക്കുന്നുണ്ട്. ഇപ്പം ചില ഡയലോഗുകൾ നമുക്ക് ബൈഹാർട്ട്. ഇപ്പം എൻ്റെ അച്ഛൻ അഭിനയിച്ച് കാണുമ്പോൾ എനിക്കതൊരു ഭയങ്കര ക്രൈസാണ് ഇപ്പോഴും. അദ്ദേഹം സ്റ്റേജിൽ നാടകത്തിൽ അഭിനയിച്ച് കാണുമ്പോൾ അതിന് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു നീളമുള്ള ഒരു പേജ് മൊത്തമുള്ള ഡയലോഗ് പറഞ്ഞു നോക്കുക, അല്ലെങ്കിൽ അത് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കത് എളുപ്പമാണ്. ഈ ഡയലോഗ് കേട്ട് പറയുക അല്ലെങ്കിൽ ബൈഹാർട്ട് ചെയ്ത് പറയുക എന്നുള്ളത് ഇപ്പോഴും എളുപ്പമായിട്ടുള്ള കാര്യമായിരുന്നു. ലൊക്കേഷൻ മെമ്മറീസ് അടിപൊളിയാണ്. കാരണം അവിടുത്തെ ഏറ്റവും ചെറിയ ഇതാണ് ഞാൻ എല്ലാവരും എന്നെ എടുത്തുകൊണ്ട് നടക്കുക. പിന്നെ അമ്മക്കൊക്കെ എറണാകുളത്ത് ആയതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് അങ്ങനെ ആരും വരണം എന്നില്ല. ഇവരൊക്കെ പരിചയമുള്ളവരാണ് എല്ലാവർക്കും. ഒന്ന് മിങ്കിളായി കഴിഞ്ഞപ്പോൾ അമ്മ ചിലപ്പോൾ കൂടെ വരണം, അവർക്ക് നിർബന്ധമില്ല, ഞങ്ങൾ നോക്കിക്കോളാം. രാവിലെ കൊണ്ടുപോയിട്ട് വൈകുന്നേരം തിരിച്ച് വീട്ടിൽ കൊണ്ടുവിടുക. നല്ല ലൊക്കേഷനായിരുന്നു. പിന്നെ സമൃദ്ധ ചേച്ചിയുടെ ആദ്യത്തെ സിനിമ. ചേച്ചി ഞാനും ആദ്യമായിട്ടാണ് ഫീൽഡിലേക്ക് വരുന്നത്. അപ്പൊ ചേച്ചി എപ്പോഴും ഉണ്ടാവും എൻ്റെ കൂടെ ഇങ്ങനെ. പിന്നെ നമ്മൾ കാണുന്നത് അമർ അക്ബറിലാന്ന് തോന്നുന്നല്ലേ? ഇല്ല, അതിനുശേഷം സിനിമ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇല്ല, അണ്ണൻ തമ്പി, മാടമ്പി, ഡോൺ അങ്ങനെ സിനിമകൾ ഉണ്ടായിരുന്നു. അതിനൊരു ബ്രേക്ക് വീണത് ജസ്റ്റ് ഒരു 5 ഇയേഴ്സിനകത്തൊരു ബ്രേക്ക് വീണു. അതിന് 2 റീസൺ ഉണ്ട്. ഒന്ന് ഈ പഠിത്തം എന്നുള്ളതിൻ്റെ റീസൺ. അതല്ലാണ്ട് രണ്ടാമതുള്ള റീസൺ അത് കുറച്ച് എനിക്ക് ആ ടൈമിൽ പേഴ്സണലായിരുന്നു. കാരണം ഞാൻ ഈ സീരിയലിലേക്ക് വരുന്നത്, സീരിയലിൽ അഭിനയിക്കുന്ന എൻ്റെ 4.5 വയസ്സിലുണ്ടാകുമ്പോൾ ഞാൻ സീരിയലിൽ അഭിനയിക്കാൻ തുടങ്ങുന്നു. അന്ന് ഈ സോഷ്യൽ മീഡിയ അങ്ങനെ ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് ആൾക്കാർക്ക് ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാൽ നമ്മൾ തിരിച്ചറിയും. കാരണം അത്രയും സീരിയലിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അഭിനയിച്ച സീരിയലുകളൊക്കെ ഇപ്പോൾ കായംകുളം കൊച്ചുണ്ണി, അല്ലെങ്കിൽ രാത്രി 11 മണിക്ക് മുമ്പ് ഒരു സീരിയലുണ്ടായിരുന്നു രഹസ്യം എന്ന് പറഞ്ഞിട്ട്, ഒരു ഹൊറർ സീരിയലായിരുന്നു. അത് ഈ ഓട്ടോ ഓടിക്കുന്ന ചേട്ടന്മാർ കാണും. ഈ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുന്ന ആണുങ്ങൾ വരെ കാണുന്നൊരു സീരിയലായിരുന്നു അത്. അതിൽ വരുന്നൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചെറിയ കുട്ടിയാണ്. എനിക്കന്ന് 8 വയസ്സ് 9 വയസ്സുള്ളൂ. എന്നെ വീടിൻ്റെ അടുത്തുള്ളവരാരും കളിക്കാൻ കൂട്ടില്ല. നമ്മളെ അവർക്കെന്തോ എന്താ അതിൻ്റെ റീസൺ എന്നല്ല, നമ്മളെ കളിക്കാൻ കൂട്ടില്ല, നമ്മൾ മാറ്റി നിർത്തുക. അങ്ങനത്തെ ഒരു അഭിനയിച്ച ആളായതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. തോന്നിയിട്ടുണ്ടാവാം, എനിക്കറിയില്ല. അവർക്ക് ഇപ്പൊ നമുക്ക് തന്നെ തോന്നാമല്ലോ, വലിയൊരാളെ കാണുമ്പോൾ നമുക്ക് സംസാരിക്കാനുണ്ടാവുന്ന, ഇപ്പൊ എനിക്കായാൽ പോലും ഉണ്ടാവുന്ന അതേ ഒരു മടി മാത്രമേ അവർക്ക് ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. അത് ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ സ്കൂളിലായാൽ പോലും ആൾക്കാർക്കൊരു പേടി അങ്ങനെ എന്തോ സംസാരിക്കാനൊക്കെ. ഇപ്പം അത് ഉണ്ടാവില്ല. കാരണം നമ്മളിപ്പോൾ സെലിബ്രിറ്റീസിനെ കാണുന്നുണ്ട്, ഇവരുടെ ലൈഫിൽ എന്താ നടക്കുന്നത് നമ്മൾ അറിയുന്നുണ്ട്. അന്നതില്ല. ഞാനൊരു ട്രെയിനിലൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർ വന്നിട്ട് ചിലപ്പോൾ അങ്ങനെയാണ്, നല്ല അഭിനയമാണെന്നൊക്കെ പറയുമ്പോൾ ഇത് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു പ്രായം ആയിരുന്നില്ല അന്ന്. നമുക്കിത് അറിയില്ല എന്തുകൊണ്ട് എന്നോട് മാത്രം ഇങ്ങനെ ആൾക്കാർ പറയുന്നു എന്നുള്ളത് മനസ്സിലാക്കാനുള്ള കഴിവില്ല. അതുകൊണ്ടാണ് പിന്നെ അഭിനയിക്കുന്നില്ല എന്നുള്ള എൻ്റെ ഒരു തീരുമാനം. ഞാൻ വീട്ടിൽ ഇനി ഞാൻ പോയില്ല, കാരണം എന്നെ ആരും കളിക്കാൻ കൂട്ടുന്നില്ല. ഇതൊക്കെയായിരുന്നു എൻ്റെ അന്നത്തെ റീസൺ. പിന്നെ അത് ഇങ്ങനെ വന്നുപോയി. പിന്നെ ആ ഒരു ബ്രേക്ക് വന്നതിന് ശേഷം തിരിച്ചു വരാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഒന്ന് ഒരു കരിയറിലേക്കുള്ള അതൊന്ന് ബേസ് ആക്കിയിട്ട് തിരിച്ചു വരാമെന്നുള്ളതിലായിരുന്നു.